കൂട്ടുകാരെ ഇപ്പോൾ അതാ വൈക്കോൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ വൈക്കോലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പൊടി വൈക്കോലൊക്കെ വാരിക്കളയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വൈക്കോലോട്ടോ നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഇനി ഇവിടെ അത് കറക്റ്റായിട്ട് അടുക്കി വെക്കണം കേട്ടോ. അത് അപ്പോൾ വൈക്കോൽ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ല കൂട്ടുകാരെ, വൈക്കോൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണിത്തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫോണിലൂടെ സെറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല തിരക്കിട്ട പണിയിലാണ് കേട്ടോ. അപ്പോൾ വൈക്കോലൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ വൈക്കോൽ വയ്ക്കുന്ന സ്ഥലം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞതായിരുന്നു വൈക്കോൽ വയ്ക്കുന്നവിടെ ക്ലീൻ ചെയ്തിട്ടില്ല, അപ്പോൾ ഓരോ വൈക്കോലായിട്ട് കടത്തിയിട്ടിട്ട് ക്ലീൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ശരി, എന്നെക്കൊണ്ട് എന്തായാലും കടത്തൽ സാധിക്കില്ല, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്നുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മുടെ പെരിച്ചാഴി ആശാൻ ഇതിൻ്റെ അടിയിലുള്ള വൈക്കോലിനെയൊക്കെ വലിച്ച് തട്ടിൻ്റെ അടിയിൽ ഫുള്ളും വൈക്കോൽ പൊടിയാണ് കേട്ടോ. ഇപ്പോഴാണ് നമുക്കറിയണത് വൈക്കോൽ എന്താ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നതെന്ന്. കുഞ്ഞിൻ്റെ പുറമൊക്കെ മണത്ത് വൈക്കോൽ തിന്നാൻ നോക്കുകയാണ്. പക്ഷേ അതെല്ലാം പൊടി വൈക്കോലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അതുകൊണ്ട് അവർ തിന്നുമില്ല. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ പെറുക്കി ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പുതാ നമ്മുടെ വൈക്കോൽ ഓരോ കെട്ടായിട്ട് എടുത്ത് അടുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും അങ്ങോട്ടും സഹകരിച്ചാട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അടുക്കി വയ്ക്കുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ അവിടെ വൃത്തിയാക്കി കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഒരു പട്ടയൊക്കെ അതിൻ്റെ അടിയിൽ കിടക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ച് മാറ്റി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈക്കോൽ കറക്റ്റായിട്ട് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് അടുക്കി വെച്ചാലാണ് നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് ടാർപ്പായി വിരിക്കാൻ പറ്റുള്ളൂ. നേരെ അടുക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കെട്ടെടുക്കുമ്പോഴേക്കും അത് ഉരുതി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ വൈക്കോൽ കൊണ്ടുവന്ന് അപ്പോൾ ഒറ്റയ്ക്ക് അടുക്കി അപ്പോൾ പഠിച്ചു കേട്ടോ. പിന്നെ 25 കെട്ടൊക്കെ ഒരു സമയത്ത് കൊണ്ടുവന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ ഒരു സൈഡൂടെ ഉരുട്ടി കൊടുത്തിട്ടാട്ടോ അപ്പോൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ 10 ഉള്ളൂ അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാ അടുക്കി വയ്ക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ കണ്ട ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അമ്മു പശു അവിടെ വളമൊക്കെ ഇട്ട് വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവർ നിൽക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അതിൻ്റെ കാലിലും കുളമ്പിലൊക്കെ വളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളം ഇടുമ്പോൾ നമ്മൾ അപ്പോൾ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വൈക്കോൽ പൊടി കണ്ട് ഇഷ്ടംപോലെ വൈക്കോൽ പൊടിയാണ് കേട്ടോ. അത് പെരിച്ചാഴി മാന്തി നല്ലോണം വൈക്കോൽ പൊടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു തീ വെക്കലുണ്ട് കേട്ടോ. അത് പശുവിനെ കെട്ടിയിടുന്ന വൈകുന്നേരത്ത് കെട്ടിയിടുമല്ലോ, ആ സമയത്ത് രാത്രി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല പുകയും അതുപോലെ നമ്മുടെ കൊതുകടി ശല്യം കുറയ്ക്കാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് വേണ്ട നമ്മുടെ അപ്പോൾ എത്ര സെറ്റായിട്ടാണ് അടുക്കി വയ്ക്കുന്നത് വേണ്ട. അപ്പൂൻ്റെ കൈ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്തോ തട്ടി മുറിഞ്ഞു അപ്പോഴേക്കും എന്താ എടുത്തത് ചെരുപ്പിൽ കൂടെ മുള്ളു കുത്തിയിട്ട്. അപ്പോൾ അതിങ്ങനെ ഞാൻ നോക്കുകയായിരുന്നു. അപ്പോൾ പറയുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിതിൽ ഓൺ വോയിസാണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുവിൻ്റെ കാലിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്താ ഉജാല കളർ എന്നൊക്കെ. അവളുടെ കാലിൽ മുറിയായതുകൊണ്ട് നമ്മളിങ്ങനെ സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പു ശ്രദ്ധിക്കുമ്പോൾ അവളുടെ കാലിൽ മുറിയുണ്ടല്ലോ, സ്പ്രേ അടിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്നുകൊണ്ട് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. പക്ഷെ അവളാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചിട്ടൊക്കെയാണ് നിൽക്കുക. അവൾക്കത് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നാലും നമ്മൾ മരുന്നടിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം മുറി ഉണങ്ങില്ല. അപ്പോൾ നമ്മളത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് അടിച്ചടിച്ച് കഴിയാറായിട്ട് സ്പ്രേ നല്ല സ്പ്രേ ആണ്. മുറിയൊക്കെ നന്നായി ഉണങ്ങാനും അതിൽ പുഴുക്കൾ വരാണ്ടിരിക്കാനൊക്കെ നന്നായി സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുളമ്പ് രോഗമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണല്ലോ കുളമ്പിലൊക്കെ മുറി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ഞു തലയൊക്കെ ചൊറിയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ പുതിയ വൈക്കോൽ ഉദ്ഘാടനമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വൈക്കോൽ കൊണ്ടുവരുന്ന വഴിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. മിക്കൂസ് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. ഞാൻ ചൂലെടുത്ത് അടിക്കുന്നുണ്ട്, അവൻ്റെ ഒരു കുഞ്ഞു ചൂലുണ്ട്, അതൊക്കെ അവൻ ചോദിച്ചിട്ട് ഓടുക കേട്ടോ. അപ്പോൾ നമ്മൾ വൈക്കോൽ കൊണ്ടുവന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വൈക്കോലിൻ്റെ ഈ സ്ഥലമൊക്കെ അപ്പുവാണ് കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു പണിയും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും കേട്ടോ. എന്തൊരു കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ വിജയിക്കുന്നുള്ളത് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാറില്ല. ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ പണി ചെയ്യുന്നത് ഇപ്പോൾ തൊഴുത്തിൽ പണിയൊക്കെ ചെയ്യുന്നത് അപ്പുവാണെങ്കിലും അങ്ങനെ രണ്ടാളും സഹകരിച്ച് തന്നെ പോകാറ്. പശു കൊണ്ടുവന്ന സമയത്ത് ഞാനാണെന്നുണ്ടെങ്കിലും പിന്നെ പാലൊക്കെ കറക്കാൻ പഠിച്ചതിന് ശേഷം അപ്പു തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ മാറ്റി കെട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയ വൈക്കോൽ ഇത് ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ സഹകരിച്ച് പോട്ടെ. നമ്മുടെ പശു ഫാം എന്നുള്ളത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല, എന്നാലും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ആ ടാർപ്പായി ഇടാൻ പോവാണ്. അപ്പോൾ അതാ ടാർപ്പായി ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ കെട്ട് വൈക്കോൽ ഇറക്കി നമ്മൾ ടാർപ്പായിട്ട് മൂടി വയ്ക്കുക കേട്ടോ. രണ്ടോടെയൊക്കെ വൃത്തിയാക്കിയതാണ്. വൈക്കോലിൻ്റെ പൊടി വീണിട്ട് ആകെ അലമ്പായി കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വൃത്തിയാക്കിയതാണ്. കുഞ്ഞുവിനെ അയച്ചിട്ട് അതുകൊണ്ട് അപ്പുറത്തെ സൈഡ് കൊണ്ട് കെട്ടി. അതിനെ വളർത്തി നിൽക്കാൻ വിടാൻ പറ്റില്ല, കാരണം കാലിൽ മുറിയായതുകൊണ്ട് നമ്മളെല്ലാവരും അവൾക്ക് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ടാർപ്പായി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വൈക്കോലൊക്കെ കൊണ്ടുവന്ന ഭാഗം മൊത്തം പണിയാണ്. പിടിക്കണോ? നല്ല രാവിലത്തെ നമ്മുടെ പരിപാടി ഇതാണ്. വൈക്കോൽ കൊണ്ടുവന്നിട്ട് ഇനി നമുക്ക്
ബാങ്കിലേക്കും കാര്യങ്ങൾക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പോക്കൊക്കെ നടക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇന്നുണ്ട് രാവിലെ ഇതുപോലെ നമുക്ക് നല്ല പണിയുണ്ടാവും. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ പശുക്കുട്ടി. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ ബൈ.